ഓ ശരി. എന്റെ കൊച്ചേ എത്ര സമയമായി നീ ഫോൺ എടുത്ത് കാണാൻ തുടങ്ങിയിട്ട്? ഇതിന് കൈ കണക്കൊന്നും ഇല്ലയോ? എപ്പോൾ നോക്കിയാലും ഒന്ന് ഫോണിലാണല്ലോ നീ. ഇപ്പൊ ഭയങ്കരമായിട്ട് നീ ഫോൺ കാണുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് കുറയ്ക്കേ. ഒന്നും ഇല്ലാതെ നിനക്ക് അടുക്കളയൊക്കെ ഒന്ന് സഹായിച്ചൂടെ? തിന്നാൻ അറിയാലോ, പിന്നെ എന്താ സഹായിക്കാൻ അറിഞ്ഞൂടെ? എപ്പോഴും ഒന്ന് ഫോൺ എടുത്ത് വെച്ച് കണ്ടുകൊണ്ടിരിക്കും. ഇതേ ഉള്ളൂ നിനക്ക് ജോലി. നിനക്ക് സ്കൂളിൽ പഠിക്കാനൊന്നുമില്ല വെച്ചേ. വല്ല എടുത്ത് വെച്ച് പഠിക്കാൻ പറഞ്ഞാൽ അത് കേൾക്കത്തുമില്ല. എന്നിട്ട് അപ്പം തറുതല കുറച്ചിട്ട് ഞങ്ങളവരോ കാലത്തായിരുന്നെങ്കിൽ അപ്പൊ ഇനി കുറച്ച് പഴഞ്ച കഥകൾ കേൾക്കാമല്ലോ അല്ലേ അമ്മ? ആടി ഇപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. എപ്പോഴും പഠിക്കുക എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് വെച്ചങ്ങ് കാണുക. ചോദിച്ചാൽ പഠിക്കുക, എന്താ പഠിക്കാൻ സമ്മതിക്കത്തില്ലേ ചോദിച്ചോണ്ട് വരും. ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളടുത്തൊക്കെ ഒന്ന് സംസാരിച്ചുകൂടെ? വെച്ചാൽ എപ്പോഴും ഫോൺ ഇത്ര കാണാൻ എന്തുവായിരിക്കുന്നത്? ഞാൻ ഒന്നും പറയുന്നില്ല. പരീക്ഷയുടെ മാർക്ക് വരുമ്പോൾ മാത്രം എനിക്ക് സാമർത്ഥ്യം കണ്ടാൽ മതി. ഒന്ന് പാമ്മ അല്ല, ഇത്രയൊക്കെ പറഞ്ഞില്ലേ, നമുക്ക് അമ്മയുടെ ഒന്ന് കുറച്ച് സംസാരിക്കും. ഇനി അമ്മയ്ക്ക് എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിലോ? അമ്മാ എന്തോ ജോലിയാ. നമ്മളൊക്കെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവർക്കൊക്കെ ഒന്ന് ഫോൺ കണ്ടാ പോരെ. ഇനി ടിവിയൊക്കെ കാണട്ടെ. ഏഷ്യാനിലെ സീരിയൽ ഇട്ടാണ്. അമ്മ ആടി ഇവിടെ ഇരിക്കുവായിരുന്നു. പാടി കുറെ സമയമല്ല അമ്മ മനുഷ്യ സമാധാനത്തിന് സീരിയൽ കാണുന്ന സമയം. ഇത്ര സമയം നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കറിയും ഉണ്ടാക്കി ചോറുണ്ടാക്കി 6 മാസം തിരിഞ്ഞു പോലും നോക്കത്തില്ല. എന്നിട്ട് ഇപ്പം സമാധാനിക്കാൻ വന്നിരുന്നാൽ സമ്മതിക്കത്തില്ലയോ? എനിക്ക് വേണ്ട റിലാക്സേഷനൊക്കെ എപ്പോഴും അടുക്കള കൂടി തന്നെ ഇറങ്ങാൻ മതി. ശരി, ഇപ്പം അങ്ങനെയോ കാര്യങ്ങളല്ലേ. അമ്മയല്ലേ പറഞ്ഞുതരാൻ പറ്റും. മിണ്ടാനൊന്നും വരുന്നില്ല, അടുക്കള സഹായിക്കൊന്നും വരുന്നില്ല എന്ന്. അവിടെ ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ച് അമ്മയെടുത്ത് സംസാരിക്കാൻ അടുക്കള സഹായിക്കാനൊക്കെ ആയിട്ട് വന്നിരുന്നു. നമ്മുടെ ജോലിക്ക് ഇത്രയും കഴിഞ്ഞ കുഴപ്പമില്ല. ഓക്കെ കണ്ടിരിക്കും. ലളിതയെ സുഖമാണോടി? എത്ര ദിവസമായെന്ന് വിളിക്കണമെന്ന് വിചാരിക്കുന്നു. അതങ്ങനെ ഇവിടെ മുഴുവൻ ജോലിയാണ്. ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്യണ്ട. ഇവിടെ ആരും എന്നെ ഒന്നും സഹായിക്കത്തുമില്ല. ഞാൻ ചെയ്യുന്ന ജോലി ഒന്നും തിരിഞ്ഞു നോക്കത്തുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് എനിക്കിപ്പോൾ അങ്ങ് പനിയുമായി. എന്തോ ചെയ്യാനാ? നമ്മൾ പറയുന്ന പോലെ ആരും അതാ എൻ്റെ സൗണ്ട് ഇങ്ങനെ അടച്ചിരിക്കുന്നത്. എന്തോ ചെയ്യാനാ? അതങ്ങനെയാ. നമ്മുടെ വയ്യായിക പറഞ്ഞാലും ഇവിടെ ആരും കേൾക്കും. അത് മാത്രമല്ല ഒരു കാര്യത്തിൽ എൻ്റെ ജോലി ഇവിടെ സഹായിക്കത്തില്ലേ. എപ്പോഴും അങ്ങ് ഫോൺ നോക്കിക്കൊണ്ടിരിപ്പാ. എനിക്കറിയാൻ മേല ഫോണിനകത്ത് എന്തോ ഉള്ളത്. എപ്പോഴും അങ്ങ് ഫോൺ കാണല. ചോദിച്ചാൽ പറയാൻ പഠിക്കുമെന്നല്ല. അവള് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കണ്ടിങ്ങനെ റീൽസും കണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കുക. ചുമ്മാതെ സമയം പോക്കും. എന്താ ഈ സമയത്ത് ഞങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചൂടെ? ഒന്നുമില്ലല്ലോ. ഒന്ന് അടുക്കള ഒന്ന് സഹായിച്ചെങ്കിൽ സഹായിക്കണ്ടേ? ഒന്നും ചോദിക്കുകയും ചെയ്തു. അമ്മ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചോദിക്കുകയും ചെയ്യത്തില്ല. എന്തോ ചെയ്യാനാ? പിന്നെ നമ്മള് എന്താ പറയാനാ? നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ കടിച്ചു കളഞ്ഞു. ഞാൻ ഒന്നും പറയത്തില്ല. ഇപ്പം എന്തിനാ ചുമ്മാ ഞാൻ അങ്ങനെ അങ്ങ് ജോലി ചെയ്തിരിക്കുക. എന്താ ചെയ്യാനോ? ഒരു സമയം കിട്ടത്തില്ല. എന്നും വിളിക്കണമെന്ന് വിചാരിക്കരുത്. സത്യമായിട്ട് വിളിക്കണമെന്ന് വിചാരിക്കും. ഇങ്ങനെ ജോലിഭാരം കാരണം വിളിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഇവിടെ കിടന്ന് ചുമ്മാ സമയം കളയുക. പക്ഷെ നിന്റെ മോളെ ഈ കത്തിലെ കൊച്ചുങ്ങളോട്ട് ഒരിക്കലും കൂട്ടാൻ പറ്റത്തില്ല. ലളിത നല്ലൊരു കൊച്ചാട്ടോ, നല്ലൊരു ഭാവിയനുണ്ടേ. ഇന്നാൾ വീട്ടിൽ വന്നപ്പോൾ നല്ലപോലെ എന്നെ ജോലിയെ സഹായിച്ചു. അപ്പോഴും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഫോൺ കണ്ടുടങ്ങിയിരിക്കുക. ആ കൊച്ചിനെ കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ കൊച്ചിനെ മാതൃകയാക്കണം. ഞാൻ എപ്പോഴും വീട്ടിൽ പറയാറുണ്ട്, ലളിതയുടെ മോളെ കണ്ടുപിടി എപ്പോഴും പറയാറുണ്ട്. ആര് കേൾക്കാൻ? അവർക്കൊക്കെ ഫോൺ കണ്ടാൽ പോരെ. അല്ലേലും എന്തെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ അമ്മ ഇനി പഴഞ്ച കഥയുമായിട്ട് വരും എന്നൊക്കെ പറയുക. ഞാൻ എന്തോ ചെയ്യാനോ? ഞാൻ പിന്നെ അങ്ങ് മിണ്ടാട്ട് പോകും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ അടുത്ത വഴക്കിന് അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാറില്ല. എന്തായാലും നീ സമയം കിട്ടുമ്പോൾ വിളിക്കണേ. ഞാനും വിളിക്കാം. ശരി. അമ്മ ഇപ്പൊ ഇതിന് ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ഇവരിപ്പോ എന്നെ കുറിച്ച് എന്തോ വിചാരിച്ചാണോ അമ്മ? ഞാൻ പറയാം എല്ലാരും അറിയട്ടെ. ഈ വീട് നീ എന്നെ സഹായിക്കാറുണ്ടോ? ഇല്ലല്ലോ. നിനക്ക് എന്താ ഇതെങ്കിലും കേൾക്കുമ്പോൾ സഹായിക്കാൻ തോന്നിട്ട് ഒത്തിരി സഹായം ചെയ്തില്ല. പിന്നെ എന്തെങ്കിലും എനിക്ക് എന്താ പറഞ്ഞൂടെ? അത് കൊള്ളാം. എന്തെങ്കിലും പറഞ്ഞു അപ്പൊ പറയും. അമ്മ എന്തിനാ പറയുന്നത്? അമ്മ എന്തിനാ ചോദിക്കുന്നത്? പോടി അവിടുന്ന്. എന്തൊരു എന്റെ പൊന്നു കൊച്ചേ, ഇവർക്ക് കണ്ണെന്തെങ്കിലും അസുഖം ഉണ്ടോ? ഇത്രയും തുണികളെ വലിച്ചു വാരിയിട്ട് നീ അവിടുന്ന് ഫോൺ കാണുവാന്നോടി? ഇതെല്ലാം നിന്റെ തുണിയതല്ലേ? നീ ഒന്നിട്ടിട്ട് ഒന്നിരി ഇവിടെ ഊരിയിടും, അല്ലെങ്കിൽ കസേര വേണ്ട. ഒന്ന് കട്ടിലിട്ട് വേണ്ട, അല്ലെങ്കിൽ കസേര വേണ്ട. ഇതെല്ലാം നിനക്ക് അറിയത്തുള്ളൂ. ഇതൊക്കെ ആണെങ്കിൽ ഒന്ന് കഴുകിയിട്ടുകൂടി വെച്ചാൽ നിനക്ക്. അതെന്തെങ്കിൽ അൽമാരം കൊണ്ടൊന്ന് പറകേലും വെച്ചൂടെ? അൽമാരം അതൊന്നും ഉള്ള എല്ലാ തുണിയും വലിച്ചു വാരി ഇട്ടേക്കുവാ. ആരും ഒന്നും തുറന്നു നോക്കി എന്റെ നാണക്കേടാന്നറിയോ? അതെങ്ങനെയാ? എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നില്ലേ ഒന്ന് വിചാരം. ഇപ്പം ഇതെല്ലാം അടിക്ക് പറക്കി വെച്ചോ. വീട്ടിലെ മൊത്തം ജോലി ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് പനിയും വന്നു. അതങ്ങനെ പനി കുറവുണ്ടോ ചോദിക്കാൻ ഒരു മരുന്ന് തരാനും ആരെങ്കിലും ഉണ്ടോ? ആശുപത്രി പോണോന്ന് പോലും ചോദിക്കുന്നില്ല. എല്ലാം ഞാനാ. ആരും പനി വന്ന ആരും അറിയത്ത് പോലും ഇല്ല. അതങ്ങനെ എപ്പോഴും ഫോണിൽ കുത്തി കളിച്ചോണ്ടത് എന്റെ കാര്യം ആരെങ്കിലും അറിയും. നിങ്ങൾക്കൊക്കെ ഒരു പനി വന്നെങ്കിൽ എനിക്ക് ആദ്യാ. ഈ വലിച്ചു വാരി ഇടുന്നെങ്കിൽ ഇഷ്ടമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കേൾക്കത്തില്ല. നിനക്കൊക്കെ എന്നെ കൊണ്ട് തന്നെ അടിപ്പിക്കണം അല്ലേ? മര്യാദക്ക് ഇതൊക്കെ ഇങ്ങനെ നീ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കണം കേട്ടല്ലോ. അറിയാനിട്ടല്ലോ, ഫോൺ കാണാനുള്ള ധൃതി കൊണ്ടല്ലേ. ഇനി എന്ത് ഞാൻ ചെയ്തല്ലോ നോക്കോ. പിന്നെ നാളെ ലളിതയുടെ മോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ കൊച്ചിനെ വിഷമിപ്പിക്കാനൊന്നും നിന്നേക്കരുത് കേട്ടല്ലോ. പിന്നെ അത് വരുമ്പോഴുള്ള എനിക്ക് ഇത്തിരി സമാധാനം. അതുകൊണ്ട് ഞാൻ ലളിതയടുത്ത് പറഞ്ഞതാ ആ കൊച്ചിനെ ഇങ്ങോട്ടൊന്ന് വിടാന്. അപ്പൊ എന്തായാലും നീ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടേരും കേട്ടോ. ഇനി ആ പിശാചിനെ സഹിക്കണോ?